ശീതൽ ഷാബു, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളുണ്ടല്ലോ ഇന്ന് വയനാട് പോകാൻ പ്ലാൻ ചെയ്തൊക്കെയാണ്. ഇതൊരു സഡൻ ആയിട്ട് എടുത്ത ഡിസിഷൻ ആട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു ഐറ്റിനറി ഒന്നുമില്ല. നമ്മൾ റൂം കിട്ടുമോ നോക്കി, ഹോസ്റ്റലിൽ റൂം ഉണ്ടായിരുന്നു. അപ്പം അങ്ങ് ബുക്ക് ചെയ്തു. അപ്പം ഇന്നലെ തന്നെ ഫുക്രൂനെ ബോർഡിങ്ങിലാക്കി. അപ്പം ഇന്ന് സാറ്റർഡേ മോർണിംഗ് ഒരു 5:30 ആയിട്ടുണ്ട്. ഒരു ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തുന്നതായിരിക്കണു. അപ്പോൾ പോകുമ്പോൾ വഴി ഉള്ള വിശേഷങ്ങളും അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊക്കെ ഇനി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂർ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉണ്ട് കേട്ടോ മൈസൂർ വഴിയെ പോണേല്ലോ. നൈസ് റോഡിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നല്ല റോഡാട്ടോ. നമുക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും നല്ല റോഡ് ബാംഗ്ലൂരിൽ നിന്ന് ഇതാണുള്ളത്. ഓടിക്കാൻ നല്ല സുഖമായി റോഡ്, പീസ്ഫുൾ റോഡാണ്. ഇങ്ങനെ പോവാം. നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മൈസൂർ റോഡുള്ള കടമ്പ വെജിലാണ് നിർത്തിയേക്കുന്നത്. നമ്മളെപ്പോഴും പോകുമ്പോൾ അത് കാണാറുണ്ട്, പക്ഷെ ഇതുവരെ കയറിയിട്ടില്ല. ഇന്നെന്തായാലും ഇവിടെ തന്നെ കയറാമെന്ന് വെച്ചാൽ എപ്പോഴും നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. ഗോകുൻ്റെ എവിടെ ചെന്നാലും ഗോറ്റു ബ്രേക്ക്ഫാസ്റ്റ് റവ ദോശ കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടല്ലോ, എല്ലാം ഇഡ്ഡലിയും വടയും കഴിക്കാൻ രസമുണ്ട്. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിട്ടോ. മൈസൂർ എത്തുമ്പോൾ ഒരു വലിയൊരു ചർച്ചാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ മൈസൂർ പാലസ് ഈ വഴി പോകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇതാണ് മൈസൂർ പാലസ്. നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ മൈസൂർ പാലസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾ ലോങ് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ രാജ്മാർഗ് യാത്ര എന്നൊരു ആപ്പ് ഉണ്ട്. അതിൽ കയറി 3000 റുപ്പീസിന് റീചാർജ് ചെയ്താൽ നിങ്ങളുടെ നെക്സ്റ്റ് 200 നാഷണൽ ഹൈവേയിലെ ടോൾ പാസസ് ഇതിൽ നിന്ന് ചാർജ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ റീചാർജ് ചെയ്യേണ്ടി വരില്ല. മൈസൂരിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ പോയി കഴിയുമ്പോൾ ഗുണ്ടൽപേട്ട് എന്നൊരു വില്ലേജ് വരെ അവിടെ ഒരുപാട് സൺഫ്ലവർ തോട്ടങ്ങൾ കാണാൻ പറ്റും. സീസൺ ആണെങ്കിൽ ഇനിയും കാണാം, ഒരുപാട് ഫീൽഡ്സ് ഉണ്ടാവും. സൺഫ്ലവർ, വെന്തിപ്പൂക്കൾ, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഫീൽഡ്സ് കാണാൻ പറ്റും. ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. ഞങ്ങളൊരു 20 രൂപ ഒരാൾക്ക് പേ ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പം കാണാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു 1/2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. നല്ല വെതറായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ചുറ്റും പൂക്കളായിട്ട് കാണാനായിട്ട്. നിങ്ങൾ ഈ വഴി പോകുമ്പോൾ എന്തായാലും ഇറങ്ങി നോക്കണേ. നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാ. പക്ഷെ ഇവിടെ നിന്ന് ഒരു 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. ഗോപു ഒരു കുരങ്ങൻ്റെ വഴിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലേ ഗോപു? വൈൽഡ് ലൈഫ് ആകെ കുരങ്ങൻ മാത്രം. നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ആനേനെയും മാനിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അവരെങ്ങനെ അടുത്തുനിന്ന് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇങ്ങനെ മാനുകൾ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടത്തോടെ കാണാനായിട്ട്. ഇനി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരിയിലാണുള്ളത്. വിൽട്ടൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ കരിക്കുടിക്ക് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം അവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചു നമ്മൾ കുറച്ച് സജഷൻ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലല്ലോ. അപ്പം അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചപ്പോൾ അവർ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്ത്. നമ്മളൊരു ചിക്കൻ സൂപ്പ് പറഞ്ഞിരുന്നു കേട്ടോ, 1/2. പിന്നെ ഒരു ബിരിയാണി താലി അല്ല, കല്യാണത്തലേന്ന് പേരുള്ള ഒരു താലിയും ഒരു പ്ലേറ്റ്. ഇതാണ് കണ്ടിട്ട് പറഞ്ഞാണ് നമ്മള്. ചീസ് ഇട്ടുണ്ടോ നമ്മള്? അസലേ ബീഫുണ്ട്, ഇതിലിട്ട മാങ്ങയുണ്ട്. ഇത് ഇത് കപ്പ ബിരിയാണി, അതായത് ബീഫും കപ്പയും. പിന്നെ പാൽക്കപ്പ. ഇതെന്താണത്? അത് വെജാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് പിക്കിളാന്ന് തോന്നുന്നു. സാലഡ്, ചമ്മന്തി. ബീഫ് ബിരിയാണി കേട്ടോ. ഇതുവരെ കഴിച്ചത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ബീഫ് ബിരിയാണി ആയിട്ട് തോന്നണം. ഫ്രഷ് ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ഉണ്ട് റൈസിന്.
ഇത്രയും കഴിച്ചിട്ട് നമുക്ക് 649 രൂപ കേട്ടോ. ഇത് ബാംഗ്ലൂരായിട്ട് മിനിമം ഒരു 1000 രൂപയ്ക്ക് നമ്മൾ അടച്ചാണ്. ആ ഫുഡ് അടിപൊളി കേട്ടോ. നിങ്ങൾ വയനാട് പറഞ്ഞവർ എന്തായാലും കയറണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സർവീസുമാണ്, കിടിലൻ ടേസ്റ്റ്, അത്ര അധികം പൈസയും ഇല്ല. ഞങ്ങൾക്ക് ബാംഗ്ലൂർ കഴിച്ചിട്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് അത്ര പൈസ ഒന്നുമില്ല, പക്ഷേ കിടിലൻ എക്സ്പീരിയൻസാണ്. എന്തായാലും ഒന്ന് ട്രൈ നോക്കും. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ എടക്കൽ കേവിലോട്ട് വിട്ടുട്ടോ. നമ്മുടെ സ്റ്റേസ് ഹോസ്റ്റലല്ലേ, അങ്ങോട്ട് പോണ വഴി ബോർഡ് കണ്ടപ്പോൾ ഡിസിഷൻ എടുത്തതാട്ടോ. എന്തായാലും നല്ല ഡിസിഷനായിരുന്നു. അത്രയും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണ്. പോയില്ലെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് മിസ്സാവും കേട്ടോ. നിങ്ങൾ വയനാട് പോകണമെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണേ. നമ്മൾ കയറാൻ പോകണ്ട, അവിടെ പാർക്കിങ്ങിന് ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. കയറി നോക്കാം. കുറച്ചധികം മുകളിലേക്ക് കയറിയിട്ടാ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. ഇവിടെ ഒരു 1 കിലോമീറ്ററോളം എന്താ മുകളിൽ വന്നപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കൂ കേട്ടോ. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ക്യാഷ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ വാലറ്റ് കാറിൽ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഭാഗ്യത്തിനൊരു ചേട്ടന് നമ്മൾ ആളുടെ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുത്തിട്ട് ആൾ നമുക്ക് പൈസ തന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ വൈകിട്ട് 4 മണി വരെ എൻട്രി ഉള്ളതെന്നായിരിക്കണം കേട്ടോ. ഇപ്പം 3 മണി ആയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് കേട്ടോ. അതുകൊണ്ട് ഇത്ര കയറിയതിന് വലിയ കുഴപ്പമില്ല. ഉള്ളിലൊരു ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് എനർജി ഒന്നും കുഴപ്പമില്ല. നല്ല വെതർ. നമുക്ക് അത്യാവശ്യം സ്റ്റീപ്പായിട്ട് കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. കുറേ കല്ലിൻ്റെ സ്റ്റെപ്സും ഉണ്ട്, പിന്നെ അവർ പണിത കുറേ മെറ്റലിൻ്റെ സ്റ്റെപ്സും ഉണ്ടായിരുന്നു. കുറച്ച് വയ്യാണ്ടാവും, പക്ഷെ അത് വർത്താണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. ഈ ഗുഹയ്ക്ക് പഴക്കം പറയപ്പെടുന്നത് ഏകദേശം 30,000 വർഷം പഴക്കം പറയപ്പെടുന്നുണ്ട്. ശക്തമായൊരു ഭൂകമ്പത്തിൽ ഉണ്ടായതായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇതിന് എടക്കൽ എന്ന പേര് വരാനുള്ള കാരണം ഈ കല്ലുകൾ ഇടയ്ക്ക് തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. എടക്കൽ, ഇൻവിസിബിൾ സ്റ്റോൺ, എടക്കൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേവിൻ്റെ ഏകദേശം 6000 വർഷം മുൻപ് മുതൽ സ്റ്റെപ്പ് ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിച്ചെന്ന് പറയപ്പെടുന്നത്. റോക്ക് ഷെൽട്ടറായിട്ട്. സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ലാംഗ്വേജും ലെറ്റേഴ്സും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവർ കണ്ട കാര്യങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവർ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചു, സ്റ്റോൺ വേപ്പൺസ് ഉപയോഗിച്ചു. കാരണം നിങ്ങൾ കുറേ പേര് ഒരു കേവിൽ താമസിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരാൾ പുറത്ത് പോയി മൃഗത്തിനെ കണ്ടു, തിരിച്ചു വന്നു, മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല, കാരണം ലാംഗ്വേജ് ഇല്ലായിരുന്നു. അപ്പോൾ ചിത്രങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന പറയപ്പെടുന്നത്. പിന്നെ അവർ കണ്ട കാര്യങ്ങൾ അവരോട് ഉണ്ടായിരുന്നത് ചിത്രങ്ങൾ വരച്ചു വെച്ചു. 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. നമുക്കെല്ലാം മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായത് ഒരു 20% ഉള്ളൂ. കാരണം സ്റ്റെപ്പ് ജനങ്ങൾ താമസിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് വന്നു, ചിത്രങ്ങൾ വരച്ചു പോയി, മറ്റു സ്റ്റെപ്പ് വന്നു, അതിൻ്റെ മുകളിൽ കോറി വരച്ചുകൊണ്ട് കുറച്ച് ഓവർലാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നവീന ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളാണ്. നമ്മൾ പഠിക്കുന്നതിൽ പാലോലിത്തിക്, ന്യൂലിത്തിക് ഏജസിൽ ന്യൂലിത്തിക് സൈറ്റിൽപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പഴയത് പാലോലിത്തിക് ആണ്. അത് അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് കളറുണ്ടാക്കി ചിത്രങ്ങൾ അവർ വരച്ചു വെച്ചു. ഇവിടെ സ്റ്റോൺ വേപ്പൺസ് ഉപയോഗിച്ച് കോറി വരച്ചു. അപ്പോൾ നമ്മൾ 20% മെയിൻ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ ഗോത്രത്തലവിൻ്റെ ചിത്രമാണ്. കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഫെദറിൻ്റെ ക്രൗണൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഗോത്രത്തലവൻ. സെയിം പേഴ്സൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പിൻവശമാണ്. ഇത് മുൻഭാഗവും ഇത് പുറകുവശവുമായിട്ട് കണക്കൂട്ടുന്നു. ആ റൗണ്ട് കാണുന്നത് ഒരു മുഖത്തിൻ്റെ നേരെ വലത്ത് സൈഡിലായിട്ട് ഒരു എലിഫന്റിൻ്റെ ചിത്രമുണ്ട്, ഒരു ആന. ആ ലൈൻ വന്ന് ടച്ച് ആവുന്ന ഒരു ആനയിലോട്ടാണ്. അതിന് നേരെ വലത്ത് സൈഡിലായിട്ട് നോക്കുക, അവിടെ ഒരു സ്ത്രീ രൂപമുണ്ട്. അവർ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ അവർ ട്രയാങ്കിൾ ലേഡി ഫിഗറുണ്ട്. ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും കൈപിടിച്ച് നിൽക്കുന്നതായിട്ടാണ്. ഇവിടെ ഒരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്, രണ്ടുപേരും കൈപിടിച്ച് നിൽക്കുന്നു. ഓക്കെ, ഈ റൗണ്ട് നമ്മൾ കാണുന്നത് സൂര്യനെ അനുസ്മരിക്കുന്നു. പണ്ടുകാലത്ത് ജനങ്ങൾ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന സൂര്യന്റെ മുകളിൽ ഒരു മയിലിനെ പോലത്തെ ഒരു ബേർഡ് ഉണ്ട്, ലോങ് ബാർഡ്, ഒരു പക്ഷിയുടെ ചിത്രം. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് പോലെ കാണുന്നത് ഒരു ഉന്തുവണ്ടിയുടെ ചിത്രമാണ്. അതിന്റെ നടുക്ക് നോക്കി ചെറിയ വീലുകളുണ്ട്, കാണുന്നുണ്ട്. ഉന്തുവണ്ടിയുടെ ചിത്രം കാണുന്നുണ്ട്, ഒരു 2 വീലുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടാ എടക്കൽ കേവ് കണ്ടു. അവിടുത്തെ ഹിസ്റ്ററി നമുക്കൊരാൾ പറഞ്ഞു തന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ പേര് പോണ വഴിക്ക് പറഞ്ഞു കേട്ടിരുന്നു, ഒന്നുമില്ല മുകളിൽ പോയിട്ട് എന്തിനാ കഷ്ടപ്പെട്ട് പോണേന്നൊക്കെ. പ്രീ ഹിസ്റ്റോറിക് ഇവൻസിൻ്റെ സൗത്ത് ഇന്ത്യയിലെ തന്നെ റയറസ്റ്റ് എക്സിസ്റ്റൻസ് ആണ് ഇതൊക്കെ. തിരിച്ചിറങ്ങാൻ നേരം ഓരോ സംഭാരമൊക്കെ കുടിച്ച് നമ്മൾ എനർജി വീണ്ടെടുത്തു കേട്ടോ. കുറേ പേര് മുകളിലേക്ക് വന്ന് പറയുന്നത് കേട്ടു അവിടെ പോയിട്ടൊന്നും കാണാനില്ലെന്ന്. പക്ഷേ ആ പേര് പോലെ തന്നെ അതൊരു കേവാണല്ലോ, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ അതിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ എന്തായാലും വയനാട് പോകുന്നുണ്ടെങ്കിൽ പോയി നോക്കണം. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു എക്സാമ്പിൾ അല്ലേ അത് മിസ് ചെയ്യണ്ട. തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴി ഭയങ്കര ഭംഗിയായിരുന്നു. ഗോപൻ അവിടെയൊക്കെ ഇറങ്ങി സൺസെറ്റൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയി. അത്രയും ഭംഗിയായിരുന്നു കേട്ടോ വഴി കാണാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനും. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയ കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഡിന്നർ നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ല, ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഉറങ്ങാൻ പോയി. അപ്പോൾ വയനാട് വ്ളോഗ് ഡേ 1 നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഹോസ്റ്റലിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ചേമ്പ്ര ട്രക്കിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ അടുത്ത വ്ളോഗ്സായിട്ട് വരുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു എവരിവൺ. ബൈ.